വടക്കൻ വടക്കോട്ട് പോയി. ഇനി തിരിച്ചു കേരളത്തിൽ വരുമ്പോൾ BJP എന്ത് ചെയ്യും, കോൺഗ്രസ് എന്ത് ചെയ്യും? രാഷ്ട്രീയ നിരീക്ഷകർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നിരീക്ഷണങ്ങൾ തുടരുകയാണ്. നിരുപാധിക പിന്തുണയാണ് BJPക്ക് നൽകുന്നതെന്ന് ടോം വടക്കൻ ആവർത്തിക്കുമ്പോഴും വടക്കന്റെ കർമ്മമേഖല കേരളത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള സൂചനകൾ അത് എങ്ങനെ BJPക്കും കോൺഗ്രസിനും ഒക്കെ പ്രത്യക്ഷത്തിൽ ഫലിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ BJP സ്ഥാനാർത്ഥിയായി ടോം വടക്കൻ എത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അതിനെ ചുവടുപിടിച്ചുള്ള ചർച്ചകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നതും. തൃശൂരോ ചാലക്കുടിയോ ടോം വടക്കൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥിയാകണമെന്ന നിരന്തരാഗ്രഹം കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതിന്റെ വലിയ പ്രതിഷേധമാണ് BJPക്കൊപ്പം പോകാനുള്ള തീരുമാനത്തിന് വടക്കനെ പ്രേരിപ്പിച്ചതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സ്ഥാനാർത്ഥി ചർച്ചകളിലും ടോം വടക്കനെ മാറ്റി നിർത്തിയുള്ള പട്ടികയാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ടോം വടക്കൻ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 3 ദിവസം മുൻപ് വരെ കോൺഗ്രസിനെ ന്യായീകരിച്ച് പൊതുവേദികളിലെത്തിയിരുന്ന ടോം വടക്കൻ 3 ദിവസത്തിനകം നിലപാട് അട്ടിമറിച്ച് BJPക്കൊപ്പം പോയതും അംഗത്വം കൈപ്പറ്റിയതും വലിയ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വടക്കൻ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട്. 3 ദിവസത്തിനിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ടോം വടക്കൻ മാധ്യമങ്ങളോട് പറയുമ്പോൾ അത് നൽകുന്ന സൂചന മറ്റൊന്നുമല്ല, പാർട്ടിക്കകത്ത് കുറെ കാലമായി ഉണ്ടായിരുന്ന അസംതൃപ്തിയാണ് ടോം വടക്കനെ കോൺഗ്രസ് വിട്ട് BJPയിലെത്താൻ പ്രേരിപ്പിച്ചത്. കേരളത്തിൽ മത്സരിക്കണമെന്ന താല്പര്യം പലതവണ പ്രകടിപ്പിച്ചിട്ടും നേതൃത്വം ചെവിക്കൊണ്ടില്ലെന്ന വികാരം ടോം വടക്കനുണ്ട്. ആ അസംതൃപ്തി ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അഖിലേന്ത്യാ വക്താവായി തുടരുമ്പോഴും കേരളത്തിൽ മത്സരിക്കണമെന്നായിരുന്നു ടോം വടക്കന്റെ ആഗ്രഹം. ശശി തരൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് വന്ന ആ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മത്സര രംഗത്തെത്താൻ ടോം വടക്കൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരിടയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം അത് പരിഗണിക്കുകയും ചെയ്തിരുന്നു. ശശി തരൂർ സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞപ്പോൾ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ എതിർപ്പാണ് ആദ്യം കേരളത്തിൽ നിന്നുണ്ടായത്. AICC കെട്ടിയിറക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വേണ്ടെന്ന നിലപാടിൽ അതോടെ നേതൃത്വം എത്തിച്ചേരുകയും ടോം വടക്കന്റെ സാധ്യത മങ്ങുകയും ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിലും ടോം വടക്കന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് ചെവി കൊടുത്തില്ല. തൃശൂരും ചാലക്കുടിയും വച്ചുമാറ്റമടക്കമുള്ള വിവാദങ്ങൾക്കും പരാതികൾക്കുമിടെ പേര് പരിഗണിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ മത്സരിക്കാൻ സന്നദ്ധനായി ടോം വടക്കൻ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു. കേരളത്തിലെ നേതാക്കൾ സാധ്യതാ പട്ടിക തയ്യാറാക്കുകയും ഹൈക്കമാൻഡ് സ്ക്രീനിംഗ് കമ്മിറ്റി സാധ്യതാ സ്ഥാനാർത്ഥികളെ ചർച്ചക്കെടുക്കുകയും ചെയ്തെങ്കിലും ഒരിക്കൽ പോലും ടോം വടക്കന്റെ പേര് വന്നില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ടോം വടക്കൻ BJPയിൽ എത്തുമ്പോൾ ഇനി തിരിച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.